കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട KK രാഗേഷിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയുണ്ടായി. അന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് അതിനെ ശക്തിയുക്തം എതിർക്കുകയും ഒരു IAS ഉദ്യോഗസ്ഥ നടത്തുന്ന പൊളിറ്റിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സർവീസ് ചട്ടങ്ങൾക്ക് ലംഘിക്കുന്ന തരത്തിലേക്കാണെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷവും ഈ പ്രതികരണങ്ങൾ ഉണ്ടായതിനു ശേഷവും അവർ ആ പ്രതികരണത്തിൽ അവർ നടത്തിയ ആ പോസ്റ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അവരുടെ അറിവിലും അന്വേഷണത്തിൻ്റെയും അവരുടെ അനുഭവത്തിൻ്റെയും ബോധ്യത്തിലാണ് അങ്ങനെയൊരു പോസ്റ്റ് ഇട്ടത് എന്ന് അവർ പറയുകയുമുണ്ടായി. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഞങ്ങളുടെ അറിവിൻ്റെയും ഞങ്ങളുടെ അനുഭവത്തിൻ്റെയും ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെയും ഭാഗമായി ഞങ്ങളുടെ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നിയമപരമായി ഇതിനെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നടപടിക്കെതിരെ ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പരാതി പരിഹാര അതോറിറ്റിക്കും മന്ത്രാലയത്തിനും യൂത്ത് കോൺഗ്രസ് പരാതിയുമായി പോവുകയാണ്. ഇവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നത് വരെയുള്ള പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ രാജ്യം പലതരത്തിലുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് മാതൃകയാക്കിയ IAS ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു മന്ത്രിയുടെ ഷൂ ലേസ് കെട്ടിക്കൊടുത്ത IAS ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ ചിലർ, ഈ ദിവ്യ എസ് അയ്യരെ പോലുള്ള ചിലർ വാക്കുകളിലൂടെ മറ്റ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങളിലൂടെ ഷൂ ലേസുകൾ കെട്ടിക്കൊടുക്കുന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കൂടി ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്നതിൽ ഉപരി അവരൊരു IAS ഉദ്യോഗസ്ഥയാണ്. അതേ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മരുമകളായതുകൊണ്ടോ ഒരു തരത്തിലുള്ള ഡിഫെൻഡിങ്ങും നമ്മൾ അവർക്കെതിരെ നടത്തുന്നില്ല. അവർ നടത്തിയ ഔദ്യോഗികമായ ചട്ടലംഘനത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പോരാട്ടം. എല്ലാത്തിലും ഉപരി ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യ എന്നതിലുപരി മറ്റൊരു നേതാവിൻ്റെ മരുമകൾ എന്നതിലുപരി അവർ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാണ്, ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവർ വെച്ച് പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്, പ്രോട്ടോക്കോളുകളുണ്ട്. അത് ലംഘിച്ചതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അവർക്കെതിരെ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെ അവരുടെ വകുപ്പ് IAS നിയമം അനുശാസിക്കുന്ന വകുപ്പുകൾ പ്രകാരമുള്ള നടപടികൾ എടുക്കണം. പൊളിറ്റിക്കലി ബയാസ്ഡ് ആയിട്ടുള്ള ഒരു നടപടി അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. അവരുടെ ചട്ടങ്ങളിൽ 1968 പാസ്സാക്കിയ കോഡ് ഓഫ് കണ്ടന്റിൽ IAS ഉദ്യോഗസ്ഥരുടെ കോഡ് ഓഫ് കണ്ടന്റിൽ 5ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായി പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, നിഷ്പക്ഷത അവർ പുലർത്തണമെന്ന്. ഇത്തരം പോസ്റ്റുകളിലൂടെ അവർ വെറും പോസ്റ്റ് എഴുതിയിടുകയല്ല ചെയ്തത്, ഒരു വിപ്ലവഗാനത്തിൻ്റെ പശ്ചാത്തലത്തോടു കൂടിയാണ് അവർ ആ പോസ്റ്റ് ഇട്ടത്. അത് തികച്ചും പൊളിറ്റിക്കൽ ബയാസ്ഡ് ആണ്. KK രാഗേഷ് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പിരുന്നതും ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന PSC എഴുതി കിട്ടുന്ന പോസ്റ്റിംഗ് അല്ലല്ലോ, ഒരു പ്രൈവറ്റ് പോസ്റ്റിംഗ് ആണ്. ആ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ആ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിൽ നിന്ന് അദ്ദേഹത്തെ പൊളിറ്റിക്കലി ഇവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ ചട്ടത്തിൻ്റെ ലംഘനമാണ് എന്നാണ് പറയാനുള്ളത്. ഞങ്ങളിപ്പം ഇമെയിൽ വഴിയും പരാതി അയച്ചിട്ടുണ്ട്. നാളെ തപാൽ വഴിയും ഈ പരാതി ഈ 2 അതോറിറ്റിക്കും നമ്മൾ ചീഫ് സെക്രട്ടറിക്കും അയക്കും, കേന്ദ്ര പരാതി പരിഹാര അതോറിറ്റിക്കും നമ്മൾ അയക്കും. അതിൽ പറയുന്നത് അവർ ഈ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ട്, അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. ഒരു പൗരനെന്ന നിലക്ക് അവർ വകുപ്പ് അനുശാസിക്കുന്ന നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.